സിനിമാ പാട്ടിനുള്ള അവാർഡ് നിങ്ങൾ കൊടുത്തത് ഈ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു തെമ്മാടിക്കാണ് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തത്. എന്നിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നു. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഇന്ന് മുഖ്യമന്ത്രി വന്നിട്ട് അങ്ങേരും അതിജീവിതയ്ക്കൊപ്പം എന്ത് തേങ്ങ? ശരി, കോടതിയിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടു. പക്ഷേ ഇപ്പോഴും കുറേ അധികം പേര് ദിലീപിനെ വെറുതെ വിടാൻ തയ്യാറല്ല. അതിജീവിതയ്ക്കൊപ്പം നിൽക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നാ പോരാ, ദിലീപിനെതിരായിട്ട് സംസാരിക്കുകയും കൂടെ വേണം എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് എന്നെ പോലുള്ളവർ മടിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു ആസിഫ് അലി. ആസിഫ് അലി സാറും വന്ന് പറയുന്നു അതിജീവിതയ്ക്കൊപ്പം. എന്ത് വേടൻ്റെ കാര്യത്തിൽ ആസിഫ് അലി സാറിന് നാക്കില്ലാത്തത്? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസ് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. ദിലീപ് കുറ്റാരോപിതനായതോടുകൂടിയാണ് ഈ കേസിന് ഇത്രയേറെ വെയിറ്റേജ് ലഭിച്ചത്. ഏതായാലും ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കുവാൻ സാധിച്ചില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ദിലീപിനെ കുറ്റമുക്തൻ ആക്കിയിരിക്കുന്നത്. അതിനുശേഷവും ചർച്ചയ്ക്ക് ഒട്ടും കുറവല്ല. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു വന്നിട്ടുണ്ട്. ചിലരൊക്കെ ഇരയ്ക്കൊപ്പം നിൽക്കുന്നു, ചിലരൊക്കെ നടനൊപ്പം നിൽക്കുന്നു എന്ന പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ കേസിൻ്റെ വാദം ഇനിയും തുടരും. അതായത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ ശിക്ഷ വിധിക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ തുടരേണ്ടതുണ്ട്. എങ്കിലും ദിലീപുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇപ്പോഴും ചർച്ച തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് ഈ വിഷയത്തിൽ സംസാരിക്കുവാനായി രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകൻ ശ്രീ ടി.ജി. മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ വിഷയത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ കോടതി വിധി അങ്ങ് പ്രതീക്ഷിച്ചിരുന്നതാണോ? എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ കോടതി വിധി. കാരണം ഈ ദിലീപിനെ ഈ കേസിൽ പെടുത്തുന്നത് കേസ് വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണ്. പ്രതികളെ പിടികൂടുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാണ് ദിലീപിൻ്റെ പേര് വരുന്നത്. അതിൽ ഈ വിധി വന്നതിന് ശേഷം ദിലീപ് നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ്, സത്യവുമാണ്. ഇവർ ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം ഒരു യോഗം ചേർന്നു എറണാകുളത്ത് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ. അതിൽ ദിലീപും ഉണ്ടായിരുന്നു. അതിൽ വെച്ച് മഞ്ജു വാര്യരാണ് ഇതിൽ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട് എന്ന് പറയുന്നത്. അത് വലിയ ഞെട്ടലുണ്ടാക്കി. അതിനുശേഷം മഞ്ജു വാര്യർ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു എന്നൊക്കെ പറയപ്പെടുന്നു. മുഖ്യമന്ത്രി അതിനിടയ്ക്ക് ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നത് ഒരു ഭാവനാ സൃഷ്ടിയാണ് എന്ന് ഒരു വഷളൻ കമൻ്റ് വരെ പിണറായി വിജയൻ അന്ന് പാസ്സാക്കി. അങ്ങനെ അദ്ദേഹം പറഞ്ഞുകൂടായിരുന്നു, പക്ഷേ അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഫൈനലി ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇന്നലെ മുൻ സ്റ്റേറ്റ് പോലീസ് ചീഫ് ടി.പി. സെൻകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ദിലീപിനെതിരെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല അറസ്റ്റ് ചെയ്യുമ്പോൾ. അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ട് പിന്നെ തെളിവ് അന്വേഷിക്കുകയായിരുന്നു. അത് ഒരു മോശം പ്രവൃത്തിയാണ്, അത് ചെയ്തുകൂടാത്തതാണ്. ശരി, കോടതിയിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടു. പക്ഷേ ഇപ്പോഴും കുറേ അധികം പേര് ദിലീപിനെ വെറുതെ വിടാൻ തയ്യാറല്ല. അവരോരോ ന്യായം കണ്ടുപിടിക്കുകയാണ്. ഒന്ന്, ജഡ്ജിയുടെ വിശ്വാസ്യത. ജഡ്ജി അതിജീവിത പറഞ്ഞ മൊഴി ജഡ്ജി എഴുതിയെടുത്തില്ല, അങ്ങനെ ഒരു വിഭാഗം. വേറൊന്ന്, ജഡ്ജിയുടെ ജാതകം നോക്കിയിട്ട് ഇന്ന കുടുംബത്തിലാണ് അങ്ങനെ. ദിലീപിൻ്റെ കേസ് വാദിച്ച രാമൻപിള്ള സാറിൻ്റെ ജൂനിയറായിട്ട് പണ്ടെന്നോ ഈ ജഡ്ജി പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അലിഗേഷൻ. ചുരുക്കി പറഞ്ഞ് ഈ ജഡ്ജിയുടെ ക്രെഡിബിലിറ്റി ഇല്ലാതെയാക്കുക, അപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റിയും ഇല്ലാതെയാക്കുക. ഈ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയാൻ എനിക്കും പ്രയാസമൊന്നുമില്ല. എല്ലാവരും, സമൂഹം മൊത്തം അതിജീവിതയ്ക്കൊപ്പമാണ്. ആരെങ്കിലും ബലാത്സംഗം ചെയ്ത പ്രതിയുടെ ഒപ്പം നിൽക്കുമോ? ഇല്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നിൽക്കില്ല. എല്ലാവരും അതിജീവിതയ്ക്കൊപ്പമായിരിക്കും. പക്ഷേ ഇവിടെ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള ആ ഫ്രേസിന് വേറൊരർത്ഥം വന്നിരിക്കുന്നു.
ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്ന അർത്ഥം. ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതി വിധി ഞാൻ അംഗീകരിക്കുന്നില്ലെന്നും ദിലീപ് കുറ്റക്കാരനാണെന്നും അയാൾക്ക് കുറഞ്ഞത് ജീവപര്യന്ത ശിക്ഷ തൂക്കിലിടേണ്ടതാണ്. പിന്നെ പോട്ടെ, ജീവപര്യന്ത ശിക്ഷയെങ്കിലും കൊടുക്കണം. ഒരു രീതിയിലും അയാൾ സൂര്യപ്രകാശം കാണരുത് എന്നൊക്കെയാണ് ഈ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള വാക്കിന് അർത്ഥം വന്നിരിക്കുന്നത്. വാക്കുകളുടെ അർത്ഥം ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറുമല്ലോ. അപ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നാൽ പോരാ, ദിലീപിനെതിരായിട്ട് സംസാരിക്കുകയും കൂടെ വേണം എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് എന്നെ പോലുള്ളവർ മടിക്കുന്നത്. കാരണം ഹീ വാസ് ഫോൾസ്ലി ഇംപ്ലിക്കേറ്റഡ്. ഇത് തുടക്കത്തിൽ പബ്ലിക്കായിട്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ ഈ നടക്കുന്നത് ക്യാമ്പയിനാണ് എന്ന് പറഞ്ഞിരുന്നു. ദാറ്റ് ക്യാമ്പയിൻ വാസ് ഗോയിങ് ഓൺ ഫോർ ക്വയറ്റ് സം ടൈം. ദിലീപിനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടന്നു. അതിൽ ഈ ഒരാൾ വീണ് കഴിയുമ്പോൾ പല താല്പര്യങ്ങളുള്ള ആൾക്കാർ ചാടി വീഴുമല്ലോ ഇയാളെ ചവിട്ടി താഴ്ത്താനായിട്ട്. ഇതും അതിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ സിനിമാ രംഗത്ത് ഉള്ള താല്പര്യങ്ങൾ, ദിലീപിനെതിരായിട്ടുള്ള താല്പര്യങ്ങൾ, ദിലീപ് അസൂയാവഹമായ ഒരു ഹോൾഡ് സിനിമാ രംഗത്തുണ്ടാക്കി. അത് സത്യമായിരുന്നു. തിയേറ്ററുകൾ, മൾട്ടിപ്ലക്സുകളുടെ എന്തോ സംഘടന, അതിൻ്റെ പ്രസിഡന്റ് ദിലീപ്, അമ്മയിൽ വല്ലാത്ത സ്വാധീനം. എന്തിന് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഡേറ്റ് കിട്ടണമെങ്കിൽ ദിലീപിനെ സമീപിക്കണം എന്നുള്ള അവസ്ഥ വരെ വന്നു. ഇത് സിനിമാ രംഗത്ത് കുറഞ്ഞ അസൂയൊന്നും അല്ല ഉണ്ടാക്കിയത്. ഉണ്ടാവും, അസൂയ മനുഷ്യ സഹജമായൊരു വികാരമാണ്, ഇതുണ്ടാവും. അവരൊരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ദിലീപിനെ ഒന്ന് എർത്ത് ചെയ്യുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള അവരും ചാടി വീണു. അവർക്ക് ഈ നടിയോടുള്ള സഹതാപമോ നീതി നടന്നു കാണണമെന്നുള്ള വാശിയോ ഒന്നുമല്ല. ഈ സിനിമാ രംഗത്തെ പ്രതാപശാലിയെ ഒന്ന് തളയ്ക്കുക. അയാളിപ്പോൾ കുഴിയിലായി, എങ്ങനെയെങ്കിലും ആ കുഴിയിൽ തന്നെ അയാളെ മൂടുക. അപ്പോൾ അവർക്ക് സിനിമാ രംഗത്തുള്ള പിടിപാട് പോകാതെ നിൽക്കും. ഇങ്ങനെയുള്ള താല്പര്യം, മറ്റ് താല്പര്യങ്ങളല്ല അവർക്ക്. ഈ സ്ഥാനമാനങ്ങളും സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ മേൽക്കൈ നേടുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇവരെല്ലാവരും കൂടി ഒരു കോറസായി. ചാനലുകളാണ് ഈ ദിലീപിനെതിരെയുള്ള ഒരു നരേറ്റീവ് ഓടിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. ഞാൻ ഇന്നലെ ചാനലുകാരിൽ ഒരു പ്രമുഖൻ്റെ മുഖത്ത് നോക്കി, അങ്ങനെ ഈ വാർത്തയാണ് വായിക്കുന്നത്. ദിലീപിൻ്റെ മുഖത്ത് ചോരയില്ല, നിർവികാരനായിട്ട് എന്തോ മരണവാർത്ത വായിക്കുന്ന പോലെയാണ് കോടതി വിധി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വായിക്കുന്നത്. വൈകുന്നേരമായപ്പോൾ, ചർച്ചയുടെ സമയമായപ്പോൾ അദ്ദേഹം കുറച്ച് ജീവനൊക്കെ വീണ്ടെടുത്തു. ചർച്ചയിൽ ബഹളമൊക്കെ വെച്ചു. ഈ കോടതി മാത്രമല്ലല്ലോ, വേറെയും കോടതികളുണ്ടല്ലോ. വേറെയും കോടതികളുണ്ട് ലിയോ, ആർക്കാ അറിഞ്ഞുകൂടത്തെ? കീഴ്ക്കോടതിയിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അപ്പീൽ പോകാം ഹൈക്കോടതിയിൽ, അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതിയിൽ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം. അതിൽ തോറ്റു കഴിഞ്ഞാൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. എന്നിട്ടും നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ജഡ്ജി കാശ് മേടിച്ചു എന്ന് നിങ്ങൾക്ക് പറയാം. അതിപ്പോൾ തന്നെ പറയുന്നുണ്ട് പലരും. എന്നാൽ കാശ് വാങ്ങുന്ന ജഡ്ജിമാരില്ലേ? ഉണ്ട്. അതും വന്നിട്ടില്ലല്ലോ. ഡൽഹിയിൽ യശ്വന്ത് വർമ്മ എന്ന ജഡ്ജിയുടെ കോമ്പൗണ്ടിൽ നിന്ന് കത്തിയ നോട്ട് കെട്ടുകൾ കണ്ടെടുക്കുകയൊക്കെ ചെയ്തു. ഈ ന്യായമൊക്കെ പറഞ്ഞിട്ട് ഈ ജഡ്ജി കള്ളത്തരമാണ്, അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പറയാം. ഹൈക്കോടതിയിൽ തോറ്റു കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിയുടെ കുറ്റമാണെന്ന് പറയാം, അല്ലെ വക്കീലിൻ്റെ കുറ്റമാണെന്ന് പറയാം. ഈ കേസിൽ സംഭവിച്ച വേറൊരു കൗതുകകരമായ കാര്യം, ഞാൻ ആരെയും പേഴ്സണലി കുറ്റപ്പെടുത്തുകയല്ല. ഒരു വശത്ത് ദിലീപിന് വേണ്ടി ഹാജരായത് കേരളത്തിലെ നമ്പർ 1 അഡ്വക്കേറ്റുമാരിൽ ഒരാളായ രാമൻപിള്ള സാറാണ്, അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. എതിർവശത്ത് ആരായിരുന്നു? അതിജീവിത തെരഞ്ഞെടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സാണ് എതിർവശത്ത്. രണ്ടുപേരും മിടുക്കന്മാരാണ് ടി വിയിൽ കേസ് വാദിക്കാൻ. പക്ഷെ കോടതി മുറിയിൽ അവരെങ്ങനെ വാദിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല, അടച്ചിട്ട കോടതിയായിരുന്നു. ബട്ട് ഒരു അണീവൻ ആയിട്ടുള്ള ടീമായിരുന്നു ഈ കേസിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു വശത്ത് വെറ്ററൻ ആയിട്ടുള്ള രാമൻപിള്ള സാറ്, മറുവശത്ത് രാമൻപിള്ള സാറിൻ്റെ അത്രയും സ്റ്റേച്ചർ ഇല്ലാത്ത രണ്ടുപേർ. അവർ മോശക്കാരാന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റേച്ചർ വെച്ച് നോക്കുമ്പോൾ, സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ രാമൻപിള്ള സാറിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഇപ്പുറത്തും ഉണ്ടാകണമായിരുന്നു. എന്തുകൊണ്ടത് ഉണ്ടായില്ല? പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. 2 പ്രോസിക്യൂട്ടർമാർ
ജഡ്ജിയുമായിട്ട് പിണങ്ങി ഇറങ്ങിപ്പോയി. അതിൻ്റെ കാരണങ്ങൾ അഭ്യൂഹമായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ ജഡ്ജിയുമായിട്ട് പിണങ്ങി പ്രോസിക്യൂട്ടർ രാജിവെക്കുക, ഇറങ്ങിപ്പോവുക എന്നൊക്കെ പറയുന്നത് അത്യപൂർവമായ സംഭവമാണ്. അങ്ങനെ ഒരു കാര്യം നടക്കേണ്ട കാര്യമില്ലല്ലോ. കോടതിക്കുള്ളിൽ നിയമപരമായിട്ട് നിങ്ങൾ നടത്തുന്ന വാദങ്ങൾ ജഡ്ജി തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലീഫ് കിട്ടും. ഓക്കെ. ഇവർ തന്നെ 2 തവണ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി മാറ്റിയില്ല. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി മാറ്റിയില്ല. അപ്പോൾ എന്താ വിചാരിക്കേണ്ടത്? ഇത്രയും കോടതിയും ഇത്രയും ജഡ്ജിമാരും എല്ലാം അതിജീവിതയ്ക്കൊപ്പം അല്ല എന്നാണ് വിചാരിക്കേണ്ടത്. അങ്ങനെ വരില്ലല്ലോ. അതെ. അപ്പോൾ ചെയ്യാവുന്ന യുദ്ധം മുഴുവൻ കോടതിയിൽ ചെയ്തു. എന്നിട്ടും ഒരു പോർഷൻ തോറ്റു. നോക്കൂ, റിയൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പേഴ്സിയുടെ കുറ്റവാളി, അതായത് ഇതൊരു കൊട്ടേഷൻ ആണെന്നും ആ കൊട്ടേഷൻ ദിലീപാണ് കൊടുത്തതെന്നും ഇവർ സങ്കല്പിച്ചു, വിശ്വസിച്ചു. അത് വിശ്വാസം മാത്രമാണെന്നും വസ്തുതയല്ലെന്നും കോടതി പറഞ്ഞു. അത് താങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? അപ്പോൾ 110 ന്യായങ്ങൾ. എൻ്റെ അയൽവക്കത്തായിരുന്നു ദിലീപ് പണ്ട് താമസിച്ചത്. എനിക്ക് അയാളെ നന്നായിട്ടറിയാം. അയാൾ മഹാകള്ളനാണ്. ലിയോ, ഇതൊരു ന്യായമാണ്? നിങ്ങളുടെ അയൽവക്കത്ത് താമസിച്ച ആൾ കള്ളനായിരുന്നു, നിങ്ങൾ തന്നെ സർട്ടിഫൈ ചെയ്യുക. അതുകൊണ്ട് അയാൾ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്ന് വരുത്തുക. ഇതൊക്കെ എന്തൊരു, എനിക്ക് മനസ്സിലാവണില്ല. ദിലീപ് ഒരു ദുഷ്ടനാണ്. ശരി, ദുഷ്ടനാണ്. പക്ഷേ ഈ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ തെളിവ് എവിടെ? ദിലീപ് അഹങ്കാരിയാണ്. ശരി, അഹങ്കാരിയാണെന്ന് വെച്ചോ. പക്ഷെ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ തെളിവാകുന്നില്ലല്ലോ അഹങ്കാരം. ഇത് ഈ നമ്മുടെ കോമൺ പാർലൻസിൽ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള വാദങ്ങൾ ഉന്നയിക്കുകയാണ്. ദിലീപ് അഹങ്കാരിയാണ്, ദിലീപിന് മമ്മൂട്ടിയേക്കാൾ പൊക്കം കുറവാണ്, ദിലീപ് കറുത്തിട്ടാണ്, ദിലീപിൻ്റെ കണ്ണ് കാണാൻ ഒരു ഭംഗിയില്ല, അതുകൊണ്ട് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു. ഇതെന്തൊരു ന്യായം? നിങ്ങൾക്ക് അന്യഥ 110 കുറ്റം ആ മനുഷ്യനുണ്ടാവും. ഒരു മനുഷ്യനല്ലേ, 110 കുറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ കുറ്റം ചെയ്തു എന്നാകുന്നില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അത് തന്നെ ആയിരിക്കണം കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് വരാനായിട്ട് ഇനിയും ദിവസങ്ങളെടുക്കും. 12-ാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ 12-ന് ഫൈനൽ വിധി അപ്ലോഡ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ 13-ഓ 14-ഓ ആയി എന്ന് വരാം. അത് മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ സെഷൻ ജഡ്ജിയുടെ ഇഷ്ടം പോലെ ഇരിക്കും. ബട്ട് അതുവരെ ഉള്ള സിറ്റുവേഷനിൽ ദിലീപിനെ ഏതായാലും വെറുതെ വിട്ടു എന്നുള്ളത് സത്യമാണില്ല. ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കൂ. ആ മനുഷ്യനെ ഒരു ഗൂഢാലോചനയിൽ പെടുത്തിയതല്ലേ? അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഒരു ടെലിവിഷൻ ചാനൽ അവതാരകൻ തന്നെ മനഃപൂർവ്വം ബോധപൂർവം ടാർഗറ്റ് ചെയ്ത് കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നത് തനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊന്ന്. 2, അദ്ദേഹം കടന്നുപോയ ട്രോമയെക്കുറിച്ചും മാനസികാവസ്ഥയെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. താനും ഒരു മനുഷ്യനാണ്, തന്നെ പെടുത്താൻ ശ്രമിച്ചു. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കുറ്റാരോപിതനായിരുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ പോലും ചിലർ പറയുന്നു പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. കോടതി അതല്ലേ ചൂണ്ടിക്കാണിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ വേർഷനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, അതിൽ ചിലരുടെ ധ്വനി വരുന്നത് പ്രോസിക്യൂഷൻ ബോധപൂർവം പരാജയപ്പെട്ടു എന്നൊക്കെ ചിലർ സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ലിയോ, ഇത്ര വലിയ ബുദ്ധിശൂന്യ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല. എല്ലാ കോടതിയും എല്ലാ ക്രിമിനൽ കേസിലും വിധിക്കുന്നത് അങ്ങനെയാണ്. കുറ്റം സംശയാതീതമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനാൽ പ്രതിയെ വെറുതെ വിടുന്നു. ഇതാണ് ക്രിമിനൽ കേസിൽ എല്ലാ കോടതികളും. കീഴ്ക്കോടതി മാത്രമല്ല, ഹൈക്കോടതി അങ്ങനെ എഴുതുള്ളൂ, സുപ്രീം കോടതി അങ്ങനെ എഴുതുള്ളൂ. അതല്ലാതെ ഇയാൾ നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്, രാജാ ഹരിശ്ചന്ദ്രൻ്റെ അനിയനാണ്, ഇങ്ങനെയൊന്നും കോടതി സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. അതെ, കോടതിയെ സംബന്ധിച്ചോളം കുറ്റം ചെയ്തോ ഇല്ലയോ അതുപോലും അല്ല വിഷയം. ഇയാൾ കുറ്റം ചെയ്തതായിട്ട് പ്രോസിക്യൂഷൻ തെളിയിച്ചോ തെളിയിച്ചില്ല, അതുകൊണ്ട് അയാളെ വെറുതെ വിടുക. ഇതാണ് എല്ലാ കോടതിയിലും, ചരിത്രത്തിൽ ഇന്ന് വരെ സകല കോടതികളും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഇതിൽ ഒരു പ്രശ്നം കൂടെയുണ്ട്, ഞാൻ പറയാം. ഒരു നിയമപ്രശ്നം ഉണ്ടായി ഇതേ ചൊല്ലി. ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ക്രിമിനൽ കേസിൽ പെടുന്നു. ക്രിമിനൽ കേസിൽ അയാളെ വെറുതെ വിടുന്നു.
ബട്ട് സർക്കാർ അയാളെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. ഇങ്ങനത്തെ അവസ്ഥ. ഇയാൾ വാദിക്കും ക്രിമിനൽ കേസിൽ കോടതി എന്നെ വെറുതെ വിട്ടു, അതുകൊണ്ട് സർക്കാർ എന്നെ തിരിച്ച് ജോലിക്ക് കയറ്റണം. സർക്കാർ പറയുന്നത് ക്രിമിനൽ കേസിൽ തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നത്. നിങ്ങൾ നിഷ്കളങ്കരാണ്, നിരപരാധിയാണെന്ന് ജഡ്ജി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ സർവീസിൽ എടുക്കില്ല. ഇത് സർക്കാരിൻ്റെ ഭാഗം. അത് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കോടതി ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചു, ഓണറബിൾ റിട്രീറ്റ്. അതായത് Okay. മാന്യമായിട്ട് കുറ്റവിമുക്തനാക്കുക, ഓണറബിൾ റിട്രീറ്റ്. മദ്രാസ് ഹൈക്കോടതിയാണ് അത് കണ്ടുപിടിച്ചതെന്നാണ് ഞാനൊരു ചെറിയ റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയത് അങ്ങനെ. Okay. എനിവേ മറ്റു കോടതികൾ ഇത് ചെയ്യാൻ തുടങ്ങി. സർവീസിലിരിക്കുന്ന ആൾ ക്രിമിനൽ കേസ് വരുമ്പോൾ പിരിച്ചുവിടപ്പെടും. അയാളെ തിരിച്ചെടുക്കാനായിട്ട് കോടതി ശരി, തെളിവുകളുടെ അഭാവത്തിലാണ് ഇയാൾ വെറുതെ വിടപ്പെട്ടതെങ്കിലും അത് ഓണറബിൾ റിലീസായിട്ട് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാക്കെഴുതിയിട്ട് ഇയാളെ സർവീസിൽ തിരിച്ചെടുക്കാൻ ഉത്തരവാകും. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഫലത്തിൽ എല്ലാ കോടതികളും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, അതുകൊണ്ട് പ്രതിയെ വിടുന്നു എന്നാണ് എഴുതാറുള്ളത്. Okay. അത് പ്രോസിക്യൂഷൻ മനഃപൂർവ്വം പരാജയപ്പെട്ടു എന്നൊന്നും അതിനർത്ഥമില്ല. പ്രോസിക്യൂഷൻ ആയാലും പ്രതിഭാഗം വക്കീലായാലും അവരുടെ ജോലി എന്താ? അവരെല്ലാം കോർട്ട് ഓഫീസേഴ്സാണ്. സത്യം കണ്ടുപിടിക്കാൻ കോടതിയെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് വക്കീലന്മാർ. പിന്നെ ഇതിങ്ങനെ എന്താ വാദിഭാഗം പ്രതിഭാഗം വലിയ വാശി അത് ഇതൊക്കെ ആയെന്നേ ഉള്ളൂ. നമ്മളുടെ ക്രിമിനൽ നിയമത്തിൻ്റെ തത്വം, കോടതികളുടെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ കോർട്ട് ഓഫീസറാണ് വക്കീൽ. Okay. കോടതിയെ സത്യം കണ്ടെത്താൻ സഹായിക്കുക, തെളിവും സംഗതിയൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കാണുന്നു, അതുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു, ഇവിടെ നിന്ന് ജാമ്യം കൊടുത്ത് അയാളെ നിർത്തിയിരിക്കുന്നു. നൗ ജഡ്ജി ഇത് പരിശോധിക്കുക, ഈ ഭാഗത്തു നിന്നുള്ള വാദം ഞങ്ങൾ പറയാം, അയാളുടെ ഭാഗത്തു നിന്നുള്ള വാദം മറ്റേ വക്കീൽ പറയും. ഇത് രണ്ടും കേട്ടിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ തീരുമാനിക്കുക. ഇതാണ് കോടതിയിൽ ഐഡിയലി നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഇല്ല, നിങ്ങളുടെ ഈ തെളിവുകൾ പര്യാപ്തമല്ല ഈ പ്രതിയെ ശിക്ഷിക്കാൻ, നിങ്ങൾ ഇത് സംശയാതീതമായിട്ട് തെളിയിക്കാൻ പരാജയപ്പെട്ടു, അതിനാൽ ഞാൻ ഇയാളെ വെറുതെ വിടുകയാണ്. ശരി, നമസ്കാരം. Okay. പ്രോസിക്യൂഷൻ വേണമെങ്കിൽ അപ്പീൽ പോകാം, പ്രതിക്കും അപ്പീൽ പോകാം, അതിജീവിതയ്ക്ക് അപ്പീൽ പോകാം, ഇതിനകത്ത് ഏത് കക്ഷിക്ക് വേണമെങ്കിലും പൾസർ സുനിക്കും അപ്പീൽ പോകാം. അപ്പോൾ അപ്പീൽ പ്രൊവിഷൻ എല്ലാവർക്കും ഉള്ളതാണ്. ബട്ട് ഇങ്ങനെ എഴുതിയത് കൊണ്ട് ഇയാൾ കുറ്റവാളി തന്നെയാണ്, മറ്റവൻ പരാജയപ്പെട്ടതുകൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടതാണ്, തൽക്കാലം വിടരുതവനെ എന്നൊക്കെ പറഞ്ഞ് പെർസീവ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല. ലീഗലി നല്ലതല്ല, മോറലി നല്ലതല്ല. ഇങ്ങനെ കേസ് കഴിഞ്ഞാലും ഞങ്ങൾ വിടില്ല എന്നുള്ള മട്ടിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് ഒട്ടും ശരിയല്ല. ഓക്കെ. വേറൊരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം. ദിലീപ് പറഞ്ഞിരിക്കുന്നത് നിയമ നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ ഫ്രെയിം ചെയ്ത് ഇത്രയേറെ ബുദ്ധിമുട്ടിച്ചതിന് അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി, അത് ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതെ, എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ വാശിക്ക് പറഞ്ഞതായിരിക്കും അത്. കാരണം അങ്ങനത്തെ ഒരു കേസൊക്കെ അന്വേഷിച്ച് വലിയ പ്രയാസമാണ്. ദിലീപിൻ്റെ കയ്യിൽ വല്ല തെളിവൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതല്ലെങ്കിൽ ദിലീപിൻ്റെ ഒരു വെൽവിഷർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് 8 വർഷം നഷ്ടപ്പെട്ടു കരിയറിലെ. ശരി, പോയത് പോയി, ഇനി നമുക്ക് തിരിച്ചു നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും പുതിയ കേസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കാതെ അദ്ദേഹം കരിയറിലേക്ക് തിരിച്ചു വരണം. നല്ലൊരു ഭാവി അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ശരിയാണ്, തർക്കിക്കാം നമുക്ക്. എനിക്കെതിരെ ഗൂഢാലോചന നടന്നു, ഇന്ന ആൾക്കാരാണെന്ന് സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കുക, പോലീസിൽ കൊടുക്കുക, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുക, അവിടെ നിന്ന് അങ്ങ് തുടങ്ങുക അടുത്ത കേസ്. അതിനൊക്കെ പോകണോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ വല്ലാതെ അഗ്രീവ്ഡായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് തിരിച്ചടിക്കണം എന്ന് തോന്നാം, ഒരു കൗണ്ടർ കേസ് കൊടുക്കണമെന്ന് തോന്നാം. അദ്ദേഹത്തിന് ഈ നമ്മളുടെ ക്രിമിനൽ നിയമം അനുസരിച്ച് തന്നെ സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ചോദിക്കാം അദ്ദേഹത്തിന്. ചില്ലറ തുകയെ കിട്ടുള്ളൂ, പക്ഷേ അത് അവകാശപ്പെടാം. എന്നെ അനാവശ്യമായിട്ട് ജയിലിലിട്ട് ഹരാസ് ചെയ്തു, അതിന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് കൊടുക്കാം. മനുഷ്യാവകാശ കമ്മീഷനിൽ പോകാം. പല രീതിയിലുള്ള റെമഡീസ് ഉണ്ട് ഒരാളിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സാധാരണ മനുഷ്യർ അതിൻ്റെ പിന്നാലെ ഒന്നും പോകാറില്ല. കാരണം ശരി, ഇതോ കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാതെ നമ്മുടെ കാര്യം നോക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അതായിരിക്കും അഭികാമ്യം. ബട്ട് ഓഫ് കോഴ്സ് ദിലീപിന് തിരിച്ചൊരു കൗണ്ടർ കേസ് കൊടുക്കാനുള്ള
എല്ലാവിധ എലമെൻസും ഉണ്ട്. ബട്ട് ആ. അത് തെളിവ് എന്ന് പറയാൻ പറ്റില്ല. തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവാം ഒരുപക്ഷെ, എനിക്കറിയില്ല. വേറൊരു കാര്യം അങ്ങ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അതിജീവിത അല്ലെങ്കിൽ ഇര, വേട്ടക്കാരൻ എന്നീ ടെർമിനോളജികൾ ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹം സ്വീകരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ചെറിയൊരു ഉദാഹരണം. അതായത് അടൂർ പ്രകാശ് കോൺഗ്രസിൻ്റെ നേതാവ്, UDF കൺവീനർ ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ന് ആദ്യം പ്രസ്താവന ഇറക്കി. ദിലീപിനെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്ന് പണ്ടേ പറഞ്ഞിരുന്നു, അത് തെളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫ്രെയിമിംഗ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണോ? അത് രാഷ്ട്രീയക്കാർക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാണ്, പേടിച്ചു പോയിട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ലിയോ, ഞാനിത് ചോദിക്കില്ല എന്ന് വിചാരിച്ചതാണ്. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ ഈ വേടൻ്റെ കാര്യം വന്നപ്പോൾ ആരുടെ കൂടെയാണ് നിന്നത്? വേടൻ മുൻകൂർ ജാമ്യത്തിൽ നടക്കുകയല്ലേ, അവിടെ ഒരു അതിജീവിത ഇല്ലേ? അതിൻ്റെ കൂടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ആ വേടന് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തു, സത്യമല്ലേ? സിനിമാ പാട്ടിനുള്ള അവാർഡ് നിങ്ങൾ കൊടുത്തത് ഈ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു തെമ്മാടിക്കാണ് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തത്. എന്നിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നു. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഇന്ന് മുഖ്യമന്ത്രി വന്നിട്ട് അങ്ങേരും അതിജീവിതയ്ക്കൊപ്പം എന്ത് തേങ്ങ? ഈ വേടന്റെ കാര്യത്തിലെ അതിജീവിതയ്ക്ക് വേണ്ടി ആരും സംസാരിക്കാത്തത് എന്താ? ഒരു മനുഷ്യനില്ല. എന്തൊരു കാപട്യമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ ഈ അതിജീവിതയ്ക്കൊപ്പം പ്രസംഗിക്കുന്നവരെ കൊണ്ട് മനുഷ്യന് വഴി നടക്കാൻ മേല. അതും ഒരു അതിജീവിതയല്ലേ, സിനിമാ നടിയല്ലെന്നല്ലേ ഉള്ളൂ. ആ പാവത്തിന്റെ കൂടെ ആരും നിൽക്കുന്നില്ല. മാത്രമല്ല, അവരെ പീഡിപ്പിച്ച ആള് യോഗ്യൻ, മാന്യൻ, മുൻകൂർ ജാമ്യത്തിൽ നടക്കുന്നവൻ വേടൻ, അവന് സംസ്ഥാന അവാർഡ് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിജീവിതയെ പറ്റി പറയുന്നു. ഇത്രയും കാപട്യം നിറഞ്ഞ ഒരു സമൂഹം കേരളത്തിലല്ലാതെ വേറെ എങ്ങും കാണാൻ പറ്റില്ല. ഞാനിത് ചോദിക്കില്ല, പറയില്ല, അത് ലിയോ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നൗ ടെൽ മീ, നിങ്ങൾ എവിടെയാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നത്? ഒരു മനുഷ്യൻ ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ചെണ്ട കൊട്ടുന്ന ആൾക്കാർ മൊത്തം അതിനകത്ത് എന്തൊരു കഷ്ടം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു ആസിഫ് അലി. ആസിഫ് അലി സാറും വന്ന് പറയുന്നു അതിജീവിതയ്ക്കൊപ്പം. എന്താ വേടന്റെ കാര്യത്തിൽ ആസിഫ് അലി സാറിന് നാക്കില്ലാത്തത്? ഞാൻ മാന്യന്മാരുടെ ഒന്നും പേര് പറയുന്നില്ല. ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നത് മുഴുവൻ കാവടികന്മാരാണ്. അല്ലെങ്കിൽ ഈ വേടന്റെ കാര്യം വന്നപ്പോൾ ഇവർ ശബ്ദം ഉയർത്തണമായിരുന്നു. എവിടെ പോയി ഇവരുടെയൊക്കെ ശബ്ദം? എവിടെ പോയി ചാനലുകാരുടെ ക്യാമ്പയിൻ? എന്താ അതിജീവിതയ്ക്ക് കുഴപ്പം? സിനിമാ നടിയെ അല്ലാത്തത് കൊണ്ടോ? കാപട്യത്തിനും ഒരു അതിര് വേണമല്ലയോ? എന്തിനും വേണം ഒരു മര്യാദയൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അതിജീവിതയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഘോഷിക്കും. അല്ലാത്ത അതിജീവിതയ്ക്കൊന്നും നാണവും ഇല്ല, മാനവും ഇല്ല. അവരെ പീഡിപ്പിച്ചവനെ നിങ്ങൾ ആഘോഷിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഔട്ട്റേജിയസ്. എന്തൊരു കഷ്ടമാണ്. എങ്ങോട്ടാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? കുറേ മാന്യന്മാർ കൂടിയിട്ട് TV ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ അതിജീവിതയെ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേട്ടക്കാരൻ്റെ കൂടെ കൂടും. മഹാ കഷ്ടമാണിതൊക്കെ. ആരും ചലഞ്ച് ചെയ്തില്ല. WCC പോലും ചലഞ്ച് ചെയ്തില്ല വേടൻ അവാർഡ് കൊടുത്തപ്പോൾ. എന്തൊരു കഷ്ടം. തമിഴ്നാട്ടിൽ വൈരമുത്തുവോ ആരോ, അങ്ങേരുടെ പേരിൽ ഒരു മീറ്റു കേസുണ്ട്. അങ്ങേർക്ക് ONVയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം ഉണ്ടാക്കിയവരാണ് WCC. ഏതാ, വിമൻ കളക്റ്റീവ് ഇൻ സിനിമയോ സംതിങ്. അതെ അതെ, എനിക്കത് വിരോധമൊന്നുമില്ല, അവരോടൊക്കെ ബഹുമാനമേ ഉള്ളൂ. പക്ഷെ അവരുടെയും കയ്യിൽ ഈ ഇരട്ടത്താപ്പാണ്. വൈരമുത്തുവിന് അവാർഡ് കൊടുക്കാൻ നേരത്തെ പറ്റില്ല എന്ന് പറഞ്ഞവർ വേടൻ അവാർഡ് കൊടുക്കാൻ നേരത്തെ മിണ്ടിയില്ല. അപ്പോൾ ഈ കാപട്യം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അതിജീവിതയ്ക്കൊപ്പം, ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറയുന്നത് ശുദ്ധ കള്ളത്തരവും കാപട്യവുമാണ്. സൗകര്യപൂർവ്വം പോപ്പുലറായിട്ട് കിട്ടാനായിട്ട് പറയുന്ന ഒരു പറച്ചിലാണ്. അല്ലാതെ ഇതിനകത്ത് ഒരു സാങ്കത്യവുമില്ല. വേറൊരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽ, അത് തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങയുടെ മനസ്സിലുണ്ടാകണം. പലരും ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സിനിമയിലെ തന്നെ ഒരു 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 പ്രത്യേക ടീമുണ്ട്. ആ ടീം ദിലീപിനെ കുടുക്കുകയായിരുന്നു. ലക്ഷ്യങ്ങൾ പലതായിരുന്നു, പക്ഷേ ചിലരെ ഉപയോഗിച്ച് ദിലീപിനെ കുടുക്കുകയായിരുന്നു എന്നുള്ള സംസാരം അതിപ്പോൾ വീണ്ടും അത് കൂടുതൽ കരുത്ത് ആർജിച്ച് വരുന്നുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാവാം ലിയോ, ഉണ്ടാവാം. ഒരു പ്രത്യേക ഗ്യാങ് എന്നറിയപ്പെടുന്ന ടീം.
മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ അറിയപ്പെടുന്നവർ എനിക്ക് ഉണ്ടാവാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലത്തെ പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് മുതലെടുക്കുക, കണക്ക് തീർക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. എൻ്റെ ശത്രു ഒരാൾ വളർന്ന് പന പോലെ വളർന്നു വരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുന്നു. ആ സമയത്താണ് വേറൊരു അപകടത്തിൽ പെട്ടിട്ട് ഈ പന കുഴപ്പത്തിലാകുന്നു, ആടി ഒലയുന്നു. അപ്പം ഞാനും കയറി ഒന്ന് തള്ളും, ആ പന മറിഞ്ഞു വീഴുന്നെങ്കിൽ വീണോട്ടെ. എനിക്ക് ഇതിൻ്റെ ആടി ഒലച്ചിൽ പങ്കൊന്നുമില്ല. പക്ഷേ ആടി ഒലയാൻ നേരത്ത് ഞാൻ എൻ്റെ കണക്കങ്ങ് തീർക്കുകയാണ്. ഈ രീതിയിൽ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് ഈ കേസിൽ. കാരണം ദിലീപ് ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണനായ വ്യക്തിയാണ്. സിനിമയിൽ ഒരുപക്ഷെ ദിലീപ് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വളർച്ച ദിലീപിനുണ്ടായി, ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സ്വാധീനം ദിലീപിനുണ്ടായി. അപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് വന്നത് ഞാൻ ഓർക്കുന്നു. ഒരു ഓണത്തിന് ഈ തിയേറ്റർ ഉടമ സംഘം, നമ്മുടെ ലിബർട്ടി ബഷീറിൻ്റെ, അദ്ദേഹം കൂടുതൽ വിഹിതം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഓണത്തിന് സിനിമ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കന്ന് ഓർമ്മയുണ്ട്, സത്യൻ അന്തിക്കാട് മാതൃഭൂമി പത്രത്തിൽ ഒരു തുറന്ന കത്തെഴുതി ലിബർട്ടി ബഷീറിന്. ബഷീർക്ക ഇങ്ങനെ ദ്രോഹിക്കരുത്, ഓണത്തിന് 10 പൈസ കിട്ടുന്നതല്ലേ, അത് വാങ്ങിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തീർക്കാമെന്ന് പറഞ്ഞു. ലിബർട്ടി ബഷീർ സമ്മതിച്ചില്ല. ഞാൻ കേട്ടത് ആ ഓണത്തിന് ഈ മൾട്ടിപ്ലക്സുകളിൽ, മറ്റേ ഓബറോൺ മാൾ, ലുലു മാൾ, ഇതുപോലെയൊക്കെയുള്ള അവരുടെ എന്തോ അസോസിയേഷനുണ്ട്, അതിൻ്റെ പ്രസിഡന്റ് ദിലീപാണ്. ദിലീപ് അതെടുത്തിട്ട് അവിടെ റിലീസ് ചെയ്യിച്ചു സിനിമയൊക്കെ. അങ്ങനെ ലിബർട്ടി ബഷീറിനെ വെല്ലുവിളിച്ചു. അതിൻ്റെ ദേഷ്യം ലിബർട്ടി ബഷീറിനുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഇക്വേഷൻ. ഇത് സത്യമാണോ? പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നടന്നതാണ്. അതിൻ്റെ പേരിൽ വൈരമുണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. ബട്ട് വൈരം ഉണ്ടായെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനുമില്ല. അപ്പോൾ ഇങ്ങനെ പലർക്കും പല സ്ഥലത്തും ദിലീപിനെ വെല്ലുവിളിക്കണം, പിടിച്ചു നിർത്തണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞ് കൈകൊട്ടി ആസ്വദിച്ച ഒരു വിഭാഗം, ആ വീണക്കുഴിയിൽ കൂടുതൽ അയാളെ ചവിട്ടി താഴ്ത്താൻ കൂടിയ വേറൊരു വിഭാഗം, അതിൽ ഈ പറഞ്ഞ മാഫിയ ഗാങ് അവരിവരൊക്കെ ഉണ്ടാവും. ഒരു ബിസിനസ്, സിനിമയും ഒരു ബിസിനസ്സാണല്ലോ, അതിൽ കൂടുതൽ പൈസ സ്വാധീനമൊക്കെ എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ലിയോയുടെ കയ്യിലാണ് ഇതെല്ലാം, എങ്ങനെയെങ്കിലും അത് എൻ്റെ കയ്യിൽ കിട്ടണം. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അപ്പോഴാണ് ഒരു സ്ഥലത്ത് ലിയോയുടെ കാല് ഒന്നിടറുന്നത്. ഇടറി വീണു എന്ന് കാണുമ്പോൾ ഞാനും കൂടെ കൂട്ടിയിട്ട് ലിയോയെ കൂടുതൽ താഴത്തേക്ക് തള്ളും. ഇത് സംഭവിക്കുന്നതാണ്. അത് ഇക്കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. സംഭവിക്കാതിരിക്കാൻ പറ്റില്ല. ഫീൽഡ് അങ്ങനത്തെ അല്ലേ, സിനിമാ രംഗമാണല്ലോ. അതല്ലാത്ത സ്ഥലത്ത് സംഭവിക്കുന്നു, പിന്നെയാണ് സിനിമയിൽ. ഇവിടെ ഇത്തരത്തിൽ നീതിയും നിയമവും ഒക്കെ തന്നെ കൃത്യമായി നിർവഹിക്കപ്പെടുവാൻ, നീതി നമുക്ക് എല്ലായിടത്തും പ്രതീക്ഷിക്കാമോ എന്ന് പലപ്പോഴും ചോദ്യം ഉയരാറുണ്ട്. പക്ഷേ ഈ നീതിയും നിയമവും ഒക്കെ തന്നെ നിർവഹിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഒപ്പം തന്നെ അതിൻ്റെ പിന്നിലുള്ള പവർ ഹൗസുകളും ഒക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ ഈ വിഷയങ്ങൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും എന്ന് അങ്ങ് സ്വാഭാവികമായും ചിന്തിച്ചിട്ടുണ്ടാകും. നാളെ വളരെ വളരെ മോശപ്പെട്ട ഒരു കീഴ്വഴക്കമാണ് കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ തുടങ്ങിയതല്ല, കുറേ കാലമായിട്ട് നേരെ ജീവിക്കുന്ന മനുഷ്യർ കൊളരുതാത്തവരും കൊളരുതായ്മയിലൂടെ ജീവിക്കുന്നവർ നല്ലവരും എന്നുള്ളൊരു ഇക്വേഷൻ കേരളത്തിൽ വന്നു കഴിഞ്ഞു. കുറച്ച് പേര് സെലക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിരപരാധികളും നല്ലവരുമായിട്ട് മാറുക, അതല്ലാത്തവർ മുഴുവൻ മോശക്കാരായിട്ട് മാറുക. ഈ അതിജീവിത പ്രശ്നത്തിലും ഇതൊക്കെ തന്നെയുണ്ട്. അതിജീവിതയും സെലക്റ്റീവാണ് കേരളത്തിൽ. ചിലർക്ക് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്താം, ചിലർക്ക് അവരുടെ ഫോട്ടോ പുറത്തു വിടാം, ഒരു കേസും ഉണ്ടാവില്ല. ചിലർ സംസാരിച്ചാൽ പോലും കേസാവും. ഇങ്ങനെ സെലക്റ്റീവ് ജസ്റ്റിസ് കേരളത്തിൽ പോലീസ് നടപ്പിലാക്കുന്നു. കോടതികൾ ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല. ബട്ട് ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഞാനൊരു കേസിൽപ്പെട്ടല്ലയോ ഞാൻ നിരപരാധിയാണെന്നേ ഞാൻ വാദിക്കുകയുള്ളൂ. സുപ്രീം കോടതി വരെ ഞാൻ പോയിട്ട് ഞാൻ തോറ്റു എന്ന് വെച്ചോ, അപ്പോഴും ലിയോയോട് ഞാൻ പറഞ്ഞു, ലിയോ എന്നെ വിശ്വസിക്ക്, ഞാനത് കുറ്റം ചെയ്തിട്ടില്ല. അല്ല, ഇതിപ്പോൾ സുപ്രീം കോടതി വിധി വന്നില്ലേ, വിധി വന്നു, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തോ ആരോ മറ്റേ പാർട്ടി കാശ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്ത് കാണും.
ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്നേ ഞാൻ വാദിക്കുകയുള്ളൂ. ഞാൻ പോയി ജയിലിൽ കിടക്കുമ്പോഴും ഞാൻ പറയും ഞാൻ നിരപരാധിയാണെന്ന് പറയും. ഏതെങ്കിലും ഒരു മനുഷ്യൻ കുറ്റം ഏറ്റു പറയുമോ? ഇല്ല. പൊതുവെ ആരും പറയില്ല. പിന്നെ വല്ല മഹാത്മാഗാന്ധി ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുമായിരിക്കും. ബാക്കിയുള്ള ഒരു മനുഷ്യനും കുറ്റം സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരൻ്റെ കൂട്ടുകാരനാണെങ്കിൽ നിങ്ങളും അത് വാദിച്ചുകൊണ്ടിരിക്കും. ഇതാണിപ്പോൾ സംഭവിക്കുന്നത്. അതെ. ദിലീപ് കുറ്റക്കാരനാണ് എന്ന് കുറച്ച് പേര് വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നവരെല്ലാം ചേർന്ന് ഒരു ഗാങ് അപ്പ് ആകുന്നു. അവരുടെ കൂടെയാണ് ടി വി ചാനൽ, ടി വിയിലെ ആങ്കർമാരെല്ലാം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ആ ദിലീപ് കള്ളനാണെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോൾ സുപ്രീം കോടതി വരെ ദിലീപ് പോയി, സുപ്രീം കോടതി വെറുതെ വിട്ടു എന്ന് വെച്ചോ, ഒരു 10 വർഷം എടുത്തേക്കാം. 10 വർഷം കഴിഞ്ഞാലും ഈ പറഞ്ഞ ആങ്കർമാർ പിന്നെയും ദിലീപ് കള്ളനാണെന്ന് പറയും, കാശ് കൊടുത്ത് വാങ്ങിച്ച വിധിയാണെന്ന് പറയും, എന്തെങ്കിലുമൊക്കെ പറയും ഈ ഗാങ് ചേർന്നിട്ട്. കാരണം അവരുടെ വിശ്വാസം അതാണ്. എങ്ങനെ നമുക്കത് മാറ്റാൻ പറ്റും? സാധിക്കില്ല. ഉറങ്ങുന്നവരെയല്ലേ നിങ്ങൾക്ക് എണീപ്പിക്കാൻ പറ്റുള്ളൂ. ഉറക്കം നടിക്കുന്നവരെ എണീപ്പിക്കുന്നത് എങ്ങനെയാണ്? അതെ, തീർച്ചയായിട്ടും. ഏതായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളിന്ന് ടോക്കിംഗ് പോയിന്റിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിഷയത്തിലെ വശങ്ങൾ, വിവിധ വശങ്ങളാണ് പരിശോധിച്ചത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.